അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ബി ജെ പി 2021 പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഒരു 35 സീറ്റ് കിട്ടും, അത് മതി, കേരളം ഞങ്ങൾ ഭരിക്കും എന്നാണ്. ബാക്കി വരുന്ന ആത്മവിശ്വാസം, ബാക്കി സീറ്റുകൾ എവിടെ നിന്നുണ്ടാക്കും എന്നുള്ളത് ആർക്കും സംശയമില്ലല്ലോ. പറയുന്നത് എൽ ഡി എഫിനോടാണല്ലോ, നിങ്ങൾ എതിർക്കുന്നതെന്ന് എൽ ഡി എഫ് ഭരണത്തിൽ ഇരിക്കുമ്പോഴാണല്ലോ. അപ്പോൾ എൽ ഡി എഫിനെതിരെയുള്ള കിട്ടുന്ന സീറ്റുകളൊക്കെയാണ് നിങ്ങൾ 35 സീറ്റിൽ നിന്ന് ബാക്കി ഉണ്ടാക്കാൻ പോകുന്നത്. കോൺഗ്രസ്സുകാരെ വലയിട്ട് പിടിക്കാം, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, അവിടെ ഒരു സീറ്റ് കിട്ടിയാലും നിങ്ങൾ ഭരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അത് ഇവിടെ ചെയ്യുന്നതാണ് നിങ്ങൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കെ സുരേന്ദ്രൻ. പക്ഷേ ഇപ്പോൾ അതൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം കെ സുരേന്ദ്രൻ്റെ ആവേശമില്ലേ? ഇപ്പോൾ നിങ്ങൾക്കാർക്കും ആ ഒരു 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് പറയാനില്ലേ? അപ്പുറത്ത് അത്രമാത്രം സീറ്റ് കിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ കണക്കാക്കിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ ഇത്തവണത്തെ ഈ ഇന്ന് വൈകുന്നേരം കണ്ട കാഴ്ചകൾ? കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എൽ ഡി എഫ് തുടങ്ങി വെച്ച ആ ഒരു കൊട്ടുണ്ടല്ലോ, കൊട്ടിക്കലാശമല്ല, കൊട്ട് തുടങ്ങിയിരിക്കുകയാണ് അവിടെ. അതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് എന്ത് പറയാനാണ് തോന്നിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് നിൽക്കുന്ന ഇന്ത്യ മുന്നണിയും ബി ജെ പിയും തമ്മിലാണ്. കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് ഡോക്ടർ ലാൽ. അതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ എൽ ഡി എഫ് ആണല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. എൽ ഡി എഫിൻ്റെ ഭരണം മാറിയപ്പോൾ സാധാരണ നിലയ്ക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് യു ഡി എഫ് വരുമെന്നാണല്ലോ എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ത്രിപുരയുടെയും ബംഗാളിൻ്റെയും രാഷ്ട്രീയ സാഹചര്യം സൂചിപ്പിച്ചത്. എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടുന്ന ജനങ്ങളുടെ അംഗീകാരം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസിനെ ജനങ്ങൾ അംഗീകരിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. അങ്ങനെ ഒരു സംസ്ഥാനത്തും അടുത്ത കാലഘട്ടത്തിൽ ഇടതുപക്ഷങ്ങൾക്ക് എപ്പോഴെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള പരാജയമുണ്ടാകുമ്പോൾ കോൺഗ്രസ് വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അടുത്ത കാലത്തുണ്ടായിട്ടില്ല. അത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമ്പോൾ യു ഡി എഫ് വരുമെന്നുള്ളത് അവരുടെ രാഷ്ട്രീയ വ്യാമോഹം മാത്രമാണ്. കേരളത്തിൽ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് സൂചനയാകാൻ വേണ്ടി പോകുന്നത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലാല് പരിഹാസ്യ രൂപത്തിൽ സൂചിപ്പിച്ചല്ലോ, 30 സീറ്റ് കിട്ടിയാൽ 35 സീറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഭരണം കിട്ടാൻ കഴിയുമോ എന്നുള്ളത്. അത്ര പോലും വേണ്ടിവരില്ല ഡോക്ടർ ലാൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ മുന്നണിയിൽ നിന്ന്, എൽ ഡി എഫിൻ്റെ മുന്നണിയിൽ നിന്ന്, യു ഡി എഫിൻ്റെ മുന്നണിയിൽ നിന്ന് എത്ര കക്ഷികൾ അങ്ങനെ വന്നാൽ പുറത്തു പോകുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമല്ലോ. പിന്നെ അങ്ങ് മനസ്സിലാക്കേണ്ടത് ബി ജെ പിക്ക് ഒറ്റക്കൊരു 35 സീറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ 30 സീറ്റ് കിട്ടുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ അങ്ങ് തിരിച്ച് ചിന്തിക്കണ്ടേ, കോൺഗ്രസിന് എത്ര സീറ്റ് ഭരണം കിട്ടുമ്പോൾ അവരുടെ കൈവശം ഉണ്ടാകാറുണ്ട്? കോൺഗ്രസിൻ്റെ ഒപ്പം സി പി എമ്മിന് എത്ര സീറ്റുകൾ സ്വന്തമായി എം എൽ എമാരെ ജയിപ്പിച്ച് വരാൻ കഴിയുന്ന എത്ര സീറ്റുകളുണ്ട്? അപ്പോൾ അവരുടെ എല്ലാം സഖ്യകക്ഷികളും കൂടി ചേർന്നുകൊണ്ടുള്ള സ്വാഭാവികമായി അവർക്ക് കിട്ടുന്ന കൂട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഭരണം നിലനിർത്താൻ കഴിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 30 സീറ്റ് പോലും വേണ്ട. ശരി, ആ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയായി വരണമല്ലോ. പെട്ടെന്നൊരു 35 സീറ്റ് ഇങ്ങനെ പൊങ്ങി വരിക എന്നുള്ളത് പാലാഴി മഥനം നടത്തി കിട്ടുന്ന കാര്യമല്ലല്ലോ. ഇത് ജനങ്ങളുടെ മനസ്സ് മതിച്ച് അതിൽ നിന്ന് ഉണ്ടാവേണ്ടേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഇന്ന് വൈകുന്നേരം സ്ഥാനാർത്ഥികളെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് ആ സ്ഥാനാർത്ഥികൾ വെളിയിലിറങ്ങുമ്പോൾ ആളുകളെല്ലാം കൂടി ഒഴുകണമായിരുന്നു അവർക്കൊപ്പം. അത് കണ്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്.